ഭാരതാംബ വിവാദങ്ങൾക്കൊടുവിൽ തൃശൂരിൽ ഗവർണറും മന്ത്രി പി പ്രസാദും ഒരേ വേദിയിൽ. കാർഷിക സർവകലാശാല ബിരുദദാന ചടങ്ങിലാണ് ഇരുവരും പങ്കെടുത്തത്. ശ്രീകേഷ് വെള്ളാനിക്കര വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകേഷ്, മന്ത്രിയും ഗവർണറും ഒരു വേദിയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് സാധാരണമായ ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ ഭാരതാംബ വിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഗവർണറും മന്ത്രി പി പ്രസാദും ഒരേ വേദിയിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്നത്. എങ്ങനെയായിരുന്നു അവരുടെ കൂടിക്കാഴ്ച? വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും ലിറ്റി സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരതാംബ വിവാദങ്ങൾക്ക് ശേഷം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും കൃഷിമന്ത്രി പി പ്രസാദും ഒരേ വേദിയിലെത്തി. ഇന്ന് തൃശൂർ പുഴയ്ക്കലിൽ നടന്ന കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലാണ് ഇരുവരും വേദി ഒരുമിച്ച് പങ്കിട്ടതും സൗഹൃദം പുതുക്കിയതും. കേരള കാർഷിക സർവകലാശാല ചാൻസലർ എന്ന നിലയിൽ ഗവർണർ ബിരുദദാനം നിർവഹിച്ചു. പ്രോ ചാൻസലറായ കൃഷിമന്ത്രി പി പ്രസാദ് അധ്യക്ഷനായി. എന്തായാലും ഇപ്പോൾ പരിപാടി സമാപിച്ചിരിക്കുകയാണ്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാജ്ഭവനിൽ ഒരുക്കിയിരുന്ന സർക്കാരിന്റെ പരിപാടിയിൽ ഗവർണർ കാവിക്കുടി എന്തിയ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നിർബന്ധമാക്കിയതിൽ പ്രതിഷേധിച്ച് മന്ത്രി പി പ്രസാദ് ആ യോഗം ബഹിഷ്കരിച്ചിരുന്നു. ഈ വിഷയം വിവാദത്തിനും വഴിയൊരുക്കി. കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിൽ നടന്ന ഗവർണറുടെ പരിപാടിയിലും ഭാരതാംബയുടെ ചിത്രം വെച്ചത് പ്രതിഷേധത്തിനും വിവാദങ്ങൾക്കും വീണ്ടും ഇടയാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇന്ന് സമാധാനപരമായിട്ടാണ് കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങ് നടന്നത്. ഇവിടെ ഭാരതാംബയുടെ ചിത്രമോ വിവാദങ്ങളോ ഒന്നുമില്ല. ഏറെ സൗഹൃദത്തോടെയാണ് ഗവർണറും അതുപോലെ തന്നെ കൃഷിമന്ത്രിയും വേദിയിലെത്തിയത്. അതായത് ഇവർ ആദ്യമൊക്കെ എത്തി അല്പം മുഖം കയറ്റിപ്പിടിച്ചതുപോലെ ഇരുന്നെങ്കിലും പിന്നീട് കൃഷിമന്ത്രി തന്നെ അല്ലെങ്കിൽ പരസ്പരം അവര് രണ്ടാളും കൂടി സംസാരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അത് മാധ്യമങ്ങൾ ചോദിച്ചു. ഈ യോഗത്തിന് ശേഷം കൃഷിമന്ത്രി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചു. അപ്പൊ അദ്ദേഹം മന്ത്രി പറഞ്ഞത് പുതിയ ഉൽപ്പന്നങ്ങൾ കാർഷിക സർവകലാശാല ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഷിക സർവകലാശാലയുടെ വികസന പ്രവർത്തനങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെയാണ് ഗവർണറോട് പറഞ്ഞതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത്തരത്തിൽ ഭാരതാംബ ചിത്രം വിവാദം ഒരിക്കലും അംഗീകരിക്കാനാകില്ല. അത് മതസ്പർദ്ധ വളർത്തുന്നതിനും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിനും വേണ്ടിയാണെന്ന് കൃഷിമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തായാലും ഇത് അംഗീകരിക്കാനാകില്ലെന്ന നിലപാടുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ശരി ശ്രീകേഷ്, വിശദാംശങ്ങൾ നൽകിയതിന്. എന്തെങ്കിലും ഭാരതാംബ വിവാദങ്ങൾക്കൊടുവിൽ ഗവർണറും മന്ത്രി പി പ്രസാദും ഒരേ വേദിയിൽ വേദി പങ്കിട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ശ്രീകേഷ് നൽകുന്നത്. കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലാണ് ഇരുവരും പങ്കെടുത്തത്. ഇരുവരും സൗഹാർദ്ദ സംഭാഷണം നടത്തുകയും ചെയ്തു. യാതൊരു പ്രശ്നങ്ങളില്ലാതെ തന്നെ ബിരുദദാന ചടങ്ങ് നടന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. നേരത്തെ മന്ത്രി പി പ്രസാദ് പങ്കെടുത്ത വേദിയിൽ ഭാരതാംബ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഈ പരിപാടി കൂടുതൽ ശ്രദ്ധേയമായത്. എങ്കിലും മറ്റൊരു വിവാദങ്ങൾക്കും ഇട നൽകാതെ കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങ് ഭംഗിയായി അവസാനിച്ചിരിക്കുന്നു. വിവരങ്ങളാണ് ശ്രീകേഷ് വെള്ളാനിക്കര നൽകിയത്.